വിവാദങ്ങളിൽ ആദ്യം പ്രതികരിക്കേണ്ടത് സംഘടനയും നേതൃത്വവും എന്ന് മമ്മൂട്ടി. അതുകൊണ്ടാണ് തന്റെ പ്രതികരണം വൈകിയത്. സിനിമാ മേഖലയിൽ തെറ്റായ കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ സിനിമാ പ്രവർത്തകർ ശ്രദ്ധിക്കണം. സിനിമയിൽ ശക്തികേന്ദ്രമില്ലെന്നും മമ്മൂട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. സലിം മാലിക് വിവരങ്ങളുമായി. സലിം, ഇന്നലെയാണ് മോഹൻലാലിന്റെ പ്രതികരണം ഉണ്ടായത്. അതിനുശേഷം ഇപ്പോൾ മമ്മൂട്ടിയുടെ പ്രതികരണം. വളരെ മുതിർന്ന താരമെന്ന നിലയിൽ അദ്ദേഹം എന്ത് പറയുന്നു എന്നുള്ളത് അറിയാൻ ആകാംക്ഷയുണ്ട്. എന്താണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്? അനുജ, ഈ വിവാദ വിഷയങ്ങളിലൊക്കെ ഇന്നലെ മോഹൻലാൽ പറഞ്ഞത് തന്നെയാണ് ഇന്ന് മമ്മൂട്ടിയും പറയുന്നത്. പക്ഷേ അതിൽ കുറച്ചുകൂടി ഗൗരവത്തിൽ ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ മമ്മൂട്ടി സമീപിച്ചിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം ആ നിലയിൽ ഇന്നലെ മോഹൻലാൽ നടത്തിയ അതേ അഭിപ്രായമാണെങ്കിൽ കൂടി കുറച്ചുകൂടി ക്ലാരിറ്റി മമ്മൂട്ടി പ്രതികരണത്തിന് ഈ ഘട്ടത്തിൽ നമുക്ക് നൽകാൻ കഴിയും. അപ്പോഴും പവർ ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ച പവർ ഗ്രൂപ്പിനെ കുറിച്ച് മമ്മൂട്ടി അത്തരത്തിലൊരു പവർ ഗ്രൂപ്പും ഇല്ല, അങ്ങനെ ഒരു ഏതെങ്കിലും തരത്തിൽ ശക്തി കേന്ദ്രത്തിന് നിലനിൽക്കാൻ പറ്റുന്ന മേഖലയല്ല സിനിമ എന്ന് മമ്മൂട്ടി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നുണ്ട്. മാത്രമല്ല, ഇത്രയും മമ്മൂട്ടി തന്നെ ഈ അഭിപ്രായങ്ങൾ, അതല്ലെങ്കിൽ മമ്മൂട്ടിയുടെ നിലപാട് ഈ വിഷയത്തിൽ എന്താണ് എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അത് വൈകുന്നതിൽ വലിയ തരത്തിലുള്ള വിമർശനവും മമ്മൂട്ടി നേരിടുകയും ചെയ്തിരുന്നു. അതിന് മമ്മൂട്ടി തുടക്കത്തിൽ തന്നെ ഒരു ന്യായീകരണം നിരത്തിക്കൊണ്ടാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് തന്നെ. ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ സംഘടനയെ കുറിച്ചോ അഭിനേതാക്കളെ കുറിച്ചോ ഉയർന്നാൽ അതിൽ സംഘടനയും നേതൃത്വവും ആദ്യം പ്രതികരിക്കുക എന്നതാണ് സംഘടനാ രീതി. അങ്ങനെയുള്ള ഔദ്യോഗിക പ്രതികരണങ്ങൾക്ക് ശേഷമാണ് അംഗമെന്ന നിലയിൽ അഭിപ്രായം പറയേണ്ടത്. അതുകൊണ്ടാണ് തന്റെ അഭിപ്രായം ഇത്രയും കാത്തത് എന്നാണ് പറയുന്നത്. ഇന്നലെ അഡ്ഹോക് കമ്മിറ്റിയുടെ അധ്യക്ഷൻ കൂടിയായ മോഹൻലാൽ പ്രതികരിച്ചതിന് ശേഷം ആ നിലയിൽ പറയുന്നു. മാത്രമല്ല, ഈ ഇത്തരത്തിലുള്ള ദുഷ്പ്രവണതകളോ തെറ്റായ രീതികളോ സിനിമയിലില്ല എന്ന് മമ്മൂട്ടി പറഞ്ഞു വെക്കുന്നുമില്ല. കാരണം മമ്മൂട്ടി പറയുന്നത് തന്നെ സമൂഹത്തിന്റെ പരിച്ഛേദം തന്നെയാണ് സിനിമ. അതുകൊണ്ട് തന്നെ സമൂഹത്തിലെ എല്ലാ നന്മകളും തിന്മകളും സിനിമയിലുണ്ട് എന്ന് പറയുന്നു. മാത്രമല്ല, ഇത്രയും വിവാദം എന്തുകൊണ്ടാകുന്നു എന്ന ചോദ്യത്തിന് തന്നെ മമ്മൂട്ടി തന്നെ അതിൽ മറുപടി തന്നെ പറയുന്നുണ്ട്. സിനിമാ മേഖല സമൂഹം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ അവിടെ സംഭവിക്കുന്ന ചെറുതും വലുതുമായ കാര്യങ്ങൾ ചർച്ചയ്ക്കിടയാക്കും. മാത്രമല്ല, സിനിമ പ്രവർത്തകർക്ക് കൂടി മമ്മൂട്ടിയുടെ ഒരു ഉപദേശം കൂടിയുണ്ട്. അതായത്, ഈ രംഗത്ത് അനഭീഷണീയമായതൊന്നും സംഭവിക്കാതിരിക്കാൻ സിനിമാ പ്രവർത്തകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, അതിൽ ജാഗ്രത പാലിക്കേണ്ടതാണ്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതിനെ കുറിച്ച് ചിലത് സംഭവിച്ചതിനെ തുടർന്നാണ് ഈ റിപ്പോർട്ട് പഠിച്ച് തയ്യാറാക്കിയത് എന്നുകൂടി മമ്മൂട്ടി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഇതിലെ അന്വേഷണം ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ആ അന്വേഷണത്തിൽ സഹകരിക്കേണ്ടതുണ്ട്. മാത്രമല്ല, നിലവിലെ വിവാദങ്ങളിലാണ് മമ്മൂട്ടിയുടെ പ്രതികരണം ഫേസ്ബുക്ക് പോസ്റ്റായി പുറത്തു വന്നത്.